بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അംബിയായിലെ 31 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ എടുത്തത്. ഇനി 32 മുതലാണ് കേട്ടത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون. وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ആയത്തുകളിൽ അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ചില അത്ഭുതങ്ങളാണ് പരാമർശിച്ചത്. ആകാശഭൂമികൾ വരണ്ടുണങ്ങി ഒട്ടിപ്പിടിച്ചവയായിരുന്നുവെന്നും അതിന് പിന്നീട് അതിൽ നിന്ന് നാം അതിനെ പിളർത്തുകയും വെള്ളത്തിൽ നിന്ന് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ഉണ്ടാക്കുകയും ചെയ്തു എന്നത് പറഞ്ഞു. അതുപോലെ ഭൂമിയിൽ ഉറച്ച പർവ്വതങ്ങളെ അള്ളാഹു ഉണ്ടാക്കിയതും ആ ഭൂമിയിലൂടെ യഥേഷ്ടം സഞ്ചരിക്കാവുന്ന വഴികളെ അള്ളാഹു തആല സംവിധാനിച്ചതും എല്ലാം പറഞ്ഞു. അതൊക്കെ നേരായ വിശ്വാസം സ്വീകരിക്കാൻ പര്യാപ്തമാണ്. പക്ഷേ അവരെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? അഫലാ യുഅ്മിനൂൻ എന്ന് അള്ളാഹു തആല സൂചിപ്പിച്ചു. അതിന്റെ ബാക്കി തന്നെയാണ് ഇന്നത്തെ ഈ ആയത്തുകളും. وجعلنا السماء سقفا محفوظا. وجعلنا നാം ആക്കുകയും ചെയ്തു ആകാശത്തെ സഖഫൻ മഹ്ഫൂള സുരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കുകയും ചെയ്തു. സഖഫ് മേൽക്കൂര, റൂഫ്. സഖഫൻ മഹ്ഫൂള ഒരു ഹിഫ്ളുള്ള ഒരു സംരക്ഷിക്കാവുന്ന മേൽക്കൂരയാക്കി ആകാശത്ത് നാം ഉണ്ടാക്കുകയും ചെയ്തു. വഹും അൻ ആയാതിഹാ മുഅ്രിളൂൻ. വഹും പക്ഷെ അവരാകട്ടെ അൻ ആയാതിഹാ ഇതിന്റെയൊക്കെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മുഅ്രിളൂൻ തിരിഞ്ഞു കളയുന്നവരാകുന്നു, അവഗണിച്ചു പോകുന്ന ആളുകളാകുന്നു അവരൊക്കെ. ഇങ്ങനെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ കൺമുമ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടും അതൊന്നും കാണാതെ, നോക്കാതെ, പരിഗണിക്കാതെ അവരങ്ങനെ അവഗണിച്ച് തിരിഞ്ഞു കളഞ്ഞു പോവുകയാകുന്നു അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാർ. വഹുവ അല്ലാഹു ആകുന്നു അല്ലദീ യാതൊരുവൻ ഖലഖൽ ലൈല വന്നഹാർ രാവിനെയും
പകലിനെയും സൃഷ്ടിച്ചവൻ അവൻ തന്നെയാകുന്നു. പടച്ച റബ്ബ് തന്നെയാണ്, അവൻ തന്നെയാണ് രാവിലെയും പകലിനെയും സംവിധാനിച്ച സൃഷ്ടിച്ചവൻ. വശംസ വൽ ഖമർ, വശംസ സൂര്യനെയും വൽ ഖമറ ചന്ദ്രനെയും അതും അല്ലാഹു തആലയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, കുല്ലുൻ എല്ലാം ഫീ ഫലകിൻ ഒരു ഭ്രമണപഥത്തിൽ യസ്ബഹൂൻ നീന്തിക്കൊണ്ടിരിക്കുന്നു. സബഹ എന്ന് പറഞ്ഞ് നേരെ വാക്കർത്ഥം നീന്തി എന്നാണ്. സബഹ നീന്തുക, സിബാഹത്ത് നീന്തലാണ് ആ വാക്ക് ഉപയോഗിക്കുക. ഈ സൂര്യനും ചന്ദ്രനും പറയുമ്പോൾ അല്ലാഹു തആല പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് ഈ ഒരു പ്രയോഗമാണ്. സബഹ യസ്ബഹൂൻ നീന്തി തുടിക്കുന്നു എന്ന പദമാണ് സൂറത്തുൽ യാസീനിൽ. പല സ്ഥലത്തും ഈ വിഷയം പറയുമ്പോൾ അല്ലാഹു തആല അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ഗോളങ്ങളുടെ ചലനങ്ങൾ അത്തരമൊരു ചലനമാണ് എന്ന സൂചന അതുണ്ടായേക്കാം. അല്ലാഹു അഅലം. അപ്പൊ അല്ലാഹു തആല ഭൂമി പടച്ചു, ആകാശം പടച്ചു. ആ ഭൂമിയിൽ പർവ്വതങ്ങളും വഴികളും ഉണ്ടാക്കി. ആകാശത്തെ അല്ലാഹു തആല മേൽക്കൂരയാക്കി മാറ്റി. ആ ആകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അല്ലാഹു സൂര്യചന്ദ്രന്മാരെ സംവിധാനിച്ചു. രാവും പകലിനെയും മാറി മാറി വരുന്ന രൂപത്തിൽ അല്ലാഹു തആല ഒരുക്കുകയും ചെയ്തു. ഇവ അറിയാത്ത വാക്കുകൾ ഒന്നുമില്ല, എല്ലാം എപ്പോഴും നമ്മൾ പഠിച്ചു പോയ പദങ്ങളാണ്. ഈ ആശയം അല്ലാഹു തആല ധാരാളം സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ പല രൂപത്തിലായി പറഞ്ഞിട്ടുണ്ട്. യുൽജുൽ ലൈല ഫിൽ നഹാരി വയുൽജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ ശംസ വൽ ഖമർ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മ എന്ന് സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു തആല പറഞ്ഞു. രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകൽ രാവിലെ പ്രവേശിപ്പിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ അല്ലാഹു തആല അധീനപ്പെടുത്തിയിരിക്കുന്നു. കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മ നിശ്ചിതമായ അവധി വരെ എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ കുല്ലും ഫി ഫലകിൻ യസ്ബഹൂൻ എല്ലാം അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ അതിന്റെ ഫലക്ക് ശരിക്ക് ഗോളം എന്നർത്ഥമുണ്ട്. ഒരുപാട് വാക്കാണ് ഫലക്ക്. അപ്പൊ അത് പോകാൻ നിശ്ചയിച്ച റൂട്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ അത് യസ്ബഹൂൻ നീന്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഓരോന്നിനും അത് നിശ്ചയിച്ച ഒരു ഭ്രമണപഥം ഉണ്ടാവും. സൂര്യൻ്റെതായ ഒരു വഴി, ചന്ദ്രൻ്റെതായ വഴി. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നില്ല, ഒന്നും മറ്റൊന്നിനെ മറികടന്ന് പോകുന്നില്ല. യാസീൻ പറഞ്ഞല്ലോ, സൂര്യൻ ചന്ദ്രനെ പ്രാപിക്കുകയില്ല, രാവ് പകലിനെ മറികടക്കുകയുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓരോന്നിനും അല്ലാഹു തആല നിശ്ചയിച്ച സമയത്ത് തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു ഏറ്റവും വ്യത്യാസം വരില്ല, ഓവർടേക്ക് ചെയ്ത് പോവുകയില്ല, എവിടെയെങ്കിലും ഈ താളം തെറ്റുന്നില്ല. എല്ലാം അല്ലാഹു തആല സിസ്റ്റമാറ്റിക്കായി വ്യവസ്ഥാപിതപ്പെടുത്തിയിരിക്കുന്നു. സൂറത്തുൽ മുൽക്കിൽ തബാറക വതആല പറഞ്ഞു, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റ വ്യത്യാസവും എനിക്ക് കാണാൻ കഴിയുകയില്ല. വല്ല വിടവുമുണ്ടോ എന്ന് നീ ഒന്നുകൂടെ നോക്കുക. വീണ്ടും വീണ്ടും നീ മടക്കി നോക്കിക്കോ. പക്ഷെ എങ്ങനെ നോക്കിയാലും എവിടെയെങ്കിലും സൃഷ്ടിപ്പിൽ ഒരു അപാകത കാണാൻ കഴിയാതെ നിന്റെ കണ്ണ് മടങ്ങുമെന്നല്ലാതെ എന്തെങ്കിലും ഒരു പോരായ്മ, ഒരു ന്യൂനത കണ്ടെത്താൻ സാധ്യമല്ല എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. അപ്പൊ ഇതൊക്കെ റബ്ബിന്റെ സൃഷ്ടിമഹാത്മ്യങ്ങളാണ്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും രാവും പകലും അത് അല്ലാഹു ഒരുക്കിയ മറ്റ് സംവിധാനങ്ങളും ഇതെല്ലാം പടച്ച റബ്ബിനെ പറ്റി ബോധ്യമാവാൻ, തൗഹീദ് ഉൾക്കൊള്ളാൻ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ എല്ലാമുള്ള മതിയായ ദൃഷ്ടാന്തങ്ങളാണ്. പക്ഷെ അതൊക്കെ ആളുകൾ അതിൽ നിന്ന് അവഗണിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇത് പഠിപ്പിക്കാനാണ് നബി തങ്ങൾ വന്നത്. ഇത് കാണിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ബോധ്യപ്പെടുത്താൻ, അവന്റെ ഏകത്വം പറഞ്ഞു കൊടുക്കാൻ, തൗഹീദ് ഉലൂഹിയയിലേക്ക് ആളുകൾ ക്ഷണിക്കാനൊക്കെയാണ് പ്രവാചക സമൂഹങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആ നബിക്ക് പോലും ഇവിടെ നിത്യവാസമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കും, എല്ലാവരും മരിക്കും. നബി മരിക്കും എങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ ഏതായാലും മരിക്കുമല്ലോ. അതാണുള്ള ശേഷം ഓർമ്മപ്പെടുത്തുന്നത്. നാം നിശ്ചയിച്ചിട്ടില്ല ലിബശരിൻ ഒരു മനുഷ്യനും തന്നെ മിൻ ഖബ്ലിക ഇവിടെ താങ്കൾക്ക് മുമ്പുള്ള ഒരു മനുഷ്യൻ നാം നിശ്ചയിച്ചിട്ടില്ല അൽ ഖുൽദ നിത്യവാസം നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾക്ക് മുമ്പ് വന്നവരൊക്കെ എല്ലാവർക്കും മരണമുള്ളവർ തന്നെയാണ്. ഒരാളും മരിക്കാതെ ഇവിടെ കാലക്കാലം നിൽക്കുന്ന ഒരു മനുഷ്യനും ഇല്ല. എന്നിരിക്കെ അഫ ഇമ്മിത്ത നബിയെ താങ്കൾ മരിക്കുന്നുവെങ്കിൽ ഫഹുമുൽ ഖാലിദൂൻ പിന്നെ അവരുണ്ടോ ശാശ്വതരാകുന്നു.
നബിയെ നിങ്ങളും മരിക്കും, മുമ്പ് വന്നവരെല്ലാം അവർക്കും മരണമുണ്ട് എന്നിരിക്കെ ഈ പറയുന്ന ആളുകൾ ഇവരിനി കാലാകാലം ഇവിടെ താമസിക്കുമെന്നാണോ? എല്ലാവരും മരിക്കും, എല്ലാവർക്കും മരണമുണ്ട്, നബിക്കും മരണമുണ്ട്, എല്ലാ അമ്പിയാവിനും മരണമുണ്ട്, അതേപോലെ അല്ലാത്തവർക്കും മരണമുണ്ട്. അവർ ഈ ദൃഷ്ടാന്തങ്ങൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനെ മനസ്സിലാക്കി അള്ളാഹനെ മാത്രം ആരാധിച്ച് തൗഹീദ് പ്രകാരം ജീവിച്ച് നല്ലവരായി റബ്ബിലേക്ക് മടങ്ങിപ്പോവുക, അതാണ് ചെയ്യേണ്ടത്. താങ്കൾക്ക് മുമ്പുള്ള ഒരു മനുഷ്യനും നാം ഖുൽദ് നിശ്ചയിച്ചിട്ടില്ല, നിത്യവാസം ശാശ്വതമായ ജീവിതം നിശ്ചയിച്ചിട്ടില്ല. എന്ന പദത്തിൽ നിന്നാണ് മിത്ത, നിങ്ങൾ മരിച്ചു അർത്ഥം. മുത്ത എന്നും പറയാം, മിത്ത എന്നും പറയാം. മാത്ത എന്ന പദത്തിൽ നിന്ന് മിത്ത, നീ മരിച്ചു, ഇമ്മിത്ത, നീ മരിച്ചാൽ, ഇമ്മിത്ത എന്നിരിക്കെ താങ്കൾ മരിച്ചാലാണോ ഫഹും, അപ്പോൾ അവർ അൽ ഖാലിദൂൻ, ശാശ്വതരാകുന്നത്. അപ്പൊ നബിയെ നിങ്ങൾ മരിക്കുന്നുവെങ്കിൽ ഇനി ഓലൊക്കെ ബാക്കിയാകുമെന്നാണോ? അങ്ങനെ ഒരാൾ നിത്യവാസിയാകുമെങ്കിൽ അതാവാൻ യോഗ്യത നബിക്കാണ്. ആ നബി പോലും നിത്യവാസിയാകുന്നില്ല എങ്കിൽ പിന്നെ അവരെങ്ങനെ ഇവിടെ കാലാകാലം വസിക്കും? അതാണ് എന്ന് കവി പറഞ്ഞു കാണാൻ പറ്റും. ഈ ദുനിയാവ് ആർക്കെങ്കിലും നിത്യവാസം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അള്ളാഹു റസൂൽ തങ്ങൾ അതിൽ ഖാലിദാകുമായിരുന്നു. ഷാ നബിയും വഫാത്താകുന്നുണ്ട്. അപ്പൊ നബിയെ നിങ്ങൾ വഫാത്താകുന്നു എങ്കിൽ പിന്നെ അവരുണ്ടോ? ശാശ്വതരാകുന്നു. അവിടെ എല്ലാവരും മരിച്ചേ പറ്റൂ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ എല്ലാ ആത്മാക്കളും എല്ലാ ശരീരവും ദാഇഖത്തുൽ മൗത്തി, മരണം ആസ്വദിക്കുന്നതാണ്. ആസ്വദിക്കുന്നത് എന്ന പദത്തിൽ നിന്നാണ് ആസ്വദിച്ചു, ആസ്വദിക്കും, ആസ്വദിക്കുന്നത്. നഫ്സ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ദാഇഖത്ത് എന്ന് ഉപയോഗിച്ചത്. കുല്ലു നഫ്സിൻ എല്ലാ നഫ്സും ദാഇഖത്തുൽ മൗത്തി, മരണത്തെ രുചിക്കുന്നതാണ്, അനുഭവിക്കുന്നതാണ്, ആസ്വദിക്കുന്നതാണ്. മരണം ആസ്വദിക്കാത്ത ഒരാളും തന്നെ ഇല്ല. ജനിച്ചവരെല്ലാം മരിച്ചേ പറ്റൂ. പടച്ച റബ്ബിന് മാത്രമാണ് മരണമില്ലാതെ ഹയ്യുൽ ഖയ്യൂമായവൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. മറ്റൊരാളും ഹയ്യല്ല. ചിലപ്പോൾ അധികം ആയുസ് കിട്ടും, ചിലപ്പോൾ ആയുസ് കുറയും എന്നല്ലാതെ മരണമില്ലാത്ത അവസ്ഥയില്ല. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇപ്പോഴും മരിച്ചിട്ടില്ലാന്നേ ഉള്ളൂ, അദ്ദേഹത്തിനും മരണമുണ്ട്. ജിബ്രീലും മീകായിലും ഇസ്രാഫീലും അടക്കമുള്ള മലക്കുകളെല്ലാം മരിക്കും. മലക്കുൽ മൗത്ത് അടക്കം മരിക്കുമെന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട് കാണാൻ പറ്റും. മലക്കുൽ മൗത്ത് വരെ ഒന്നാമത്തെ ഊത്തില് എല്ലാ റൂഹും പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് മലക്കുൽ മൗത്താണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ മലക്കുൽ മൗത്തിനെയും അല്ലാഹു തആല മരിപ്പിക്കും. എല്ലാവരെയും റൂഹ് പിടിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം മലക്കുൽ മൗത്ത് റബ്ബിലേക്ക് വരികയും ഇനി ഞാനും നീയും മാത്രമാണ് ബാക്കിയുള്ളത്, അല്ലാതെ എല്ലാവരും മരിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ റബ്ബ് പറയും നീയും മരിച്ചേ പറ്റൂ എന്ന് പറയുകയും മലക്കുൽ മൗത്ത് അല്ലാഹു തആല മരിപ്പിക്കുകയും ചെയ്യും എന്ന് ചില ഹദീസുകളിൽ കാണുന്നുണ്ട്. അപ്പൊ മരിക്കാത്ത ആരുമില്ല, അല്ലാഹ് മാത്രമാണ് ഹയ്യായിട്ടുള്ളവൻ, എന്നെന്നും ജീവിച്ചിരിപ്പുള്ള നിത്യ ജീവനുള്ളവൻ പടച്ച റബ്ബ് മാത്രം. അല്ലാത്തവരുടെ ഹയാത്തൊക്കെ അത് നുക്സാൻ, ഒരു കുറവുള്ള പോരായ്മയുള്ള ഹയാത്തുകളാണ്. അള്ളാഹുവിന്റെ കാമിലായ ഹയാത്താണ്. അത് ഒരു കാലത്തും എവിടെയെങ്കിലും അതിൽ ഒരു കുറവുണ്ടാകുന്നില്ല. അല്ലാത്തവർക്കൊക്കെ അത് ഇല്ലാതാകുന്ന ഘട്ടമുണ്ട്. അതിന് വ്യത്യസ്തമായ പോരായ്മകൾ, ന്യൂനതകൾ എല്ലാം അതിലുണ്ടാകും. ഇപ്പൊ കുല്ലു നഫ്സിൻ എല്ലാ നഫ്സും ദാഇഖത്തുൽ മൗത്ത്, മരണം ആസ്വദിക്കുന്നതാണ്, അനുഭവിക്കുന്നതാണ്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, വനബ്ലൂക്കും നാം നിങ്ങളെ പരീക്ഷിക്കും, ബിശ്ശർരി ശർറ് കൊണ്ട്, വൽ ഖൈരി ഖൈർ കൊണ്ടും, ഫിത്നതൻ ഒരു പരീക്ഷിക്കൽ നാം പരീക്ഷിക്കും. ഫിത്ന രണ്ട് രൂപത്തിലും വരാം അർത്ഥം. പരീക്ഷണം നന്മയായും വരാം, തിന്മയായും വരാം. ആരോഗ്യം പരീക്ഷണമാണ് അർത്ഥം. രോഗം പരീക്ഷണമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. രോഗമെന്ന് നമ്മൾ സാറില്ല, പഠിച്ചവരുടെ പരീക്ഷണമാണ്. ആരോഗ്യം അതും പരീക്ഷണമാണ്. പക്ഷെ അത് പലപ്പോഴും പരീക്ഷണമായിട്ട് നമുക്ക് തോന്നലില്ല. അസുഖം വരുമ്പോഴാ പറയാം പരീക്ഷണമാണെന്ന്. ഒരു അസുഖവും ഇല്ല, നല്ല റാഹത്താണ്, അതൊരു പരീക്ഷണമാണ്. ഈ ആരോഗ്യം എന്ത് ചെയ്യുന്നു, എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന്. സാമ്പത്തികമായി ആകെ പൊളിഞ്ഞ് പാപ്പരായി വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും നടക്കുന്നില്ല.
അത് പരീക്ഷണമാണ്. എന്നാൽ നല്ല സാമ്പത്തിക ആശ്വാസം ഉണ്ടെങ്കിലോ അതും പരീക്ഷണമാണ്. വീടില്ലാത്ത പരീക്ഷണമാണെങ്കിൽ വീടുള്ളതും പരീക്ഷണമാണ്. എല്ലാം പരീക്ഷണമാണ്. നാം നിങ്ങളെ ശർറ് കൊണ്ടും ഖൈറ് കൊണ്ടും പരീക്ഷണം നൽകി നാം നിങ്ങളെ പരീക്ഷിക്കും. നമ്മിലേക്ക് തന്നെ തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. ആ പരീക്ഷിക്കാനുള്ള ലോകമാണ് ദുനിയാവ്. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ദുനിയാവ് എന്നുള്ളത് പരീക്ഷണത്തിനായി അള്ളാഹു നിശ്ചയിച്ച ലോകമാണ്. ഇവിടെ പരീക്ഷണം വരും. അത് പല രൂപത്തിൽ പരീക്ഷണങ്ങൾ വരും. ഖൈറായും വരാം, ശർറായും വരാം. ആ പരീക്ഷ സമയം കഴിഞ്ഞാൽ പിന്നെ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലുന്നു. ഈ പരീക്ഷണത്തിൽ എങ്ങനെയാണ് അവൻ കൈകാര്യം ചെയ്തത്, അവൻ വിജയിച്ചുവോ പരാജയപ്പെട്ടുവോ എന്നൊക്കെയുള്ള ഒരു നോട്ടമാണ് അവിടെ. അതിന് കണക്ക് ബോധിപ്പിക്കാനായി റബ്ബിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. തുർജഊൻ നമ്മിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽന السماء سقفا محفوظا وهم عن آياتها معرضون وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون سبحانك اللهم